ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡാൻസ് പെർഫോമൻസ് വ്ളോഗാണ്. ഒരു പെർഫോമൻസിൻ്റെ മുന്നേ ഉള്ള കുറച്ച് പ്രിപ്പറേഷൻസും അതുപോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. വേണമെങ്കിൽ ഒരു ഡാൻസ് പെർഫോമൻസ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പെർഫോമൻസിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ ഇടാനുള്ള കോസ്റ്റ്യൂംസും ഓർണമെൻറ്റ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനൊക്കെ പറയാനായിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ പ്രോഗ്രാം ഡേ ആയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാം 8 മണിക്കായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ഏകദേശം 12 മണിയായപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ ഒത്തിരി റഷ് ഇല്ലാതെ വളരെ സാവധാനം നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മേക്കപ്പൊക്കെ കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ ഹെയർ സ്റ്റൈലും അതുപോലെ ഓർണമെൻറ്റ്സ് അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. വലിയ കുട്ടികൾ 6 പേരും അതുപോലെ കുഞ്ഞു കുട്ടികൾ 9 പേരുമാണ് നമ്മുടെ ഈ ഒരു പെർഫോമൻസിനുണ്ടായിരുന്നത്. പാറശാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായിരുന്നു നമ്മൾ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഉത്സവത്തിന് നമുക്ക് ആ ഒരു അമ്പലത്തിൽ പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല വലിയ ഒരു അമ്പലമാണ്. ഒത്തിരി ആൾക്കാർ കഴിഞ്ഞ വർഷം കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും കുറച്ച് ടെൻഷനിലായിരുന്നു ഞാൻ. കാരണം നമ്മൾ പുതിയ കുറച്ച് ഐറ്റംസൊക്കെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെയൊക്കെ ഏകദേശം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ പരിപാടിക്കും ഇങ്ങനെ തന്നെയാണ്. അവസാനത്തെ 1 മണിക്കൂറിലായിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് റഷ് ചെയ്തിട്ടായിരിക്കും റെഡിയാവാനായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു പെർഫോമൻസിൽ നമ്മൾ നേരത്തെ തന്നെ കുട്ടികളെ റെഡിയാക്കി തുടങ്ങിയതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് പിന്നെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ സാവധാനമാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. ഞാനിവിടെ പാൻ സ്റ്റിക്കാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. 26 ഷെയ്ഡിൽ വരുന്ന പാൻ സ്റ്റിക്കാണ്. എനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരുന്നു. എൻ്റെ കറക്റ്റ് ഷെയ്ഡ് 27 അല്ലെങ്കിൽ 28 ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ആ ഒരു 26 ഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പാൻ സ്റ്റിക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫേസിലും കഴുത്തിലും ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. മേക്കപ്പ് മാനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയിലൊക്കെ മേക്കപ്പ് ചെയ്ത് ഇട്ട് തരാറുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. കാരണം നമുക്ക് മേക്കപ്പ് ചെവിയിലായിക്കഴിഞ്ഞാൽ പോകാനായിട്ട് ഒത്തിരി ദിവസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ചെവിയിൽ മേക്കപ്പ് ചെയ്യാറില്ല. ആദ്യം ഞാൻ ഒരു കോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം ഞാൻ കുറച്ചും കൂടെ പാൻ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ എൻ്റെ അണ്ടർ ഐയിലും അതുപോലെ നമ്മുടെ ആ ഒരു ചുണ്ടിൻ്റെ ആ സൈഡിലൊക്കെ കുറച്ചും കൂടെ പാൻ സ്റ്റിക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് പോലെയാണ് ഡാൻസ് മേക്കപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്നത് ഈ ഒരു യെല്ലോ പാൻ കേക്കാണ്. നമ്മൾ ആ ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ലൈറ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ കവിളിൻ്റെ പോർഷനിലും അതുപോലെ മൂക്കിൻ്റെ ആ ഒരു പോർഷനിലാണ് കൂടുതലായിട്ടും ഈ ഒരു യെല്ലോ പാൻ കേക്ക് യൂസ് ചെയ്യാറുള്ളത്. കണ്ടോ, ഇതിട്ടപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും. ഇനി നമ്മുടെ ബേസ് മേക്കപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാൻ കേക്കാണ് നമ്മുടെ ആ ഒരു ഷെയ്ഡിൽ വരുന്ന പാൻ കേക്ക്. നമ്മൾ പാൻ സ്റ്റിക്ക് 26 ഷെയ്ഡിലാണ് യൂസ് ചെയ്തത്. അതേ സെയിം ഷെയ്ഡിൽ വരുന്ന 26 ഷെയ്ഡിൽ വരുന്ന പാൻ കേക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ യെല്ലോ പാൻ കേക്ക് യൂസ് ചെയ്ത പോലെ തന്നെ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ആ ഒരു സ്പോഞ്ചിലെടുത്ത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശരിക്കും പെയിൻ്റ് അടിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസിലും കഴുത്തിലും ഒരുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും കഴുത്തിലും യൂസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പാൻ കേക്ക് നല്ല രീതിക്ക് തന്നെ ഫേസിലും കഴുത്തിലും ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് ഇതുപോലെ നന്നായിട്ട് തേക്കുന്ന പോലെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഐഷാഡോ ആണ് ഇടുന്നത്. ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഐഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കെപ്പോഴും ഡാൻസ് മേക്കപ്പിന് നമ്മുടെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഐഷാഡോ ആണ് കൂടുതലും ഇഷ്ടമാവുന്നത്. കാരണം നമ്മുടെ ആ ഒരു സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ കണ്ണ് കാണാനായിട്ട്. ആ ഒരു സെയിം ഐഷാഡോ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബ്ലഷായിട്ടും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക്
രീതിക്ക് തന്നെ നല്ല ബ്രൈറ്റ് കളറിലുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ആ സെയിം ഷെയ്ഡ് ഐ ഷാഡോ തന്നെ ഞാനിവിടെ ബ്ലഷ് ആയിട്ടും കൂടെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിക്നെസ്സിൽ തന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കാം, കാരണം നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മൾ ആ ഒരു ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബേസ് മേക്കപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വെറും 3 പ്രൊഡക്ട്സ് മാത്രമാണ് നമ്മുടെ ബേസ് മേക്കപ്പിന് യൂസ് ചെയ്തത്. പിന്നെ ഐ ഷാഡോയും ബ്ലഷും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ഡാൻസ് മേക്കപ്പിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഐബ്രോസ് വരച്ചു കൊടുക്കണം, പിന്നെ നമ്മുടെ കണ്ണെഴുതി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഐബ്രോസാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വരച്ചാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാച്ചുറൽ ഐബ്രോസ് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് കുറച്ചും കൂടെ ലോങ് ആയിട്ട് ഒരേ രീതിക്ക് തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം. രണ്ടാമത് ഞാനിവിടെ കണ്ണെഴുതി കൊടുക്കുകയാണ്. ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ബ്രഷാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ണെഴുതി കൊടുക്കാനായിട്ട് പറ്റും. ക്ലാസിക്കൽ ഡാൻസ് ആയതുകൊണ്ട് തന്നെ നല്ല തിക്നെസ്സിലാണ് ഞാനിവിടെ കണ്ണെഴുതി കൊടുക്കുന്നത്. നല്ല വലിയ വാലൊക്കെ ഇട്ടിട്ടാണ് കണ്ണെഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് എത്രമാത്രം തിക്നെസ് ചേരുമോ ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ നല്ല വലിയ കണ്ണായതുകൊണ്ട് എപ്പോഴും ഞാൻ എൻ്റെ കണ്ണ് ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും മേക്കപ്പ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഐ മേക്കപ്പ് നല്ല തിക്നെസ്സിലാണ്, നല്ല വലിയ കണ്ണായിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അതുപോലെ വാലും നല്ല വലിയ വാലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞു പൊട്ടും കൂടെ, ഒരു ബ്ലാക്ക് കളർ ആ ഒരു സെയിം കാജൽ യൂസ് ചെയ്തിട്ട് ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഐ ഷാഡോ ഇട്ടതിൻ്റെ ആ ഒരു അറ്റത്ത് ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ ബ്ലാക്ക് കളർ ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. നമ്മുടെ ആ ഒരു പിങ്കും ബ്ലാക്ക് ഷെയ്ഡും കൂടെ വരുമ്പോൾ സ്റ്റേജിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഈ ഒരു അറ്റത്ത് മാത്രം ഒരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ഐ ഷാഡോ ഞാൻ കൊടുക്കുകയാണ്. ഇനി കൺമഷി സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് ലൂസ് പൗഡറും കൂടെ കണ്ണിൻ്റെ താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിന് മുന്നേ നമ്മളത് മായ്ച്ച് കളഞ്ഞാൽ മതിയാവും. ഇനി നമ്മൾ പൊട്ട് വെച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഞാനിവിടെ ഈ ഒരു മെറൂൺ കളറിൽ വരുന്ന ഒരു വലിയ റൗണ്ട് പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പെർഫോമൻസിന് മുന്നേ നമ്മൾ ഈ ഒരു പൊട്ട് മൂക്കുത്തേക്ക് ഒട്ടിച്ചാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ പശ വെച്ച് തന്നെ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഡാൻസൊക്കെ ചെയ്ത് വിയർക്കുന്ന സമയത്ത് ഇതെല്ലാം ഊരി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഞാനൊരു ഹെയർ സ്റ്റൈൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ ഒരു വട വെച്ചിട്ടുള്ള ഒരു ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ ലെയർ കട്ട് വെട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ മുടിയെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇളകി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് സ്ലൈഡ് വെച്ച് അതൊന്ന് സെക്യൂർ ചെയ്യാണ്. ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം ഇവിടെ സൂര്യനും ചന്ദ്രനുമാണ് വെച്ച് കൊടുക്കുന്നത്. ചന്ദ്രൻ ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്. ഇത് ഞാൻ സെൽഫി ക്യാമറ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് റൈറ്റ് സൈഡായിട്ട് തോന്നുന്നത്. എപ്പോഴും ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുമ്പോൾ നല്ല രീതിക്ക് ചരട് വെച്ച് കെട്ടി സ്ലൈഡൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ലോങ് മാലയാണ്. ഞാൻ കഴിഞ്ഞ പെർഫോമൻസിന് ഈ ഒരു ലോങ് ചെയിനായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതായിട്ടൊരു നെക്ലസ് പോലെ ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇട്ട സമയത്ത് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു ഹെവി ആയിട്ടുള്ള ഒരു നെക്ലസ് പോലെ തന്നെയുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ലൂസാണ്. നമ്മുടെ പെർഫെക്റ്റ് നെക്ലസിൻ്റെ ആ ഒരു ലെങ്ത്തിലല്ല, കുറച്ചും കൂടെ നീളമുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കുകയാണ്. ഇത് സെക്കൻഡ് മാലയായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഗോൾഡൻ കളർ ലോങ് മാലയും കൂടെ വെച്ച് നോക്കിയത്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിക്ക് അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി ഓർണമെൻറ്റ്സ് വെക്കാം. ഞാനിവിടെ മുകളിൽ ആ ഒരു ക്രൗൺ പോർഷനിൽ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ക്രൗൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിച്ചുട്ടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫുൾ ലെയർ വരുന്ന ഈ ഒരു നെറ്റിച്ചുട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നല്ല രീതിക്ക് സ്ലൈഡൊക്കെ വെച്ച് ആ ഒരു ചരടൊക്കെ നല്ല രീതിക്ക് കെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കേണ്ടത്. എൻ്റെ വലിയ നെറ്റി ആയതുകൊണ്ട് തന്നെ എൻ്റെ നെറ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നെറ്റിച്ചുട്ടി പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ നോർമൽ സിംഗിൾ നെറ്റിച്ചുട്ടി വെക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫേസിന് അത് ചേരാറില്ല. എപ്പോഴും എനിക്ക് ഈ ഒരു ലെയർ വരുന്ന നെറ്റിച്ചുട്ടിയാണ് കൂടുതലും ചേരാറുള്ളത്. നിങ്ങളുടെ ഫേസിന് ഏതാണ് നെറ്റിച്ചുട്ടി ചേരുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഞാൻ ഒരു സ്ലൈഡ് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ചരട് വെച്ച് നമുക്ക് നല്ല രീതിക്കൊന്ന് കെട്ടിക്കൊടുക്കാം. സ്ലൈഡ് ഈ ചരട് വെച്ച് കെട്ടിയതിന് ശേഷം നമ്മൾ 2-3 സ്ലൈഡും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ പൂവാണ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു പൂവാണ് വെക്കുന്നത്. ഇതിൻ്റെ അറ്റത്ത് 2 സൈഡ് നമുക്ക് ചരട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പൂ വയ്ക്കാനായിട്ട് പറ്റും. ആ ഒരു ചരടൊന്ന് കെട്ടിയതിന് ശേഷം വെറും ഒരു സ്ലൈഡ് മാത്രം വെച്ചാലും മതിയാവും. അപ്പോൾ ഞാനിവിടെ ചരട് കെട്ടിയതിന് ശേഷം ഒരു സ്ലൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ പൂവും
കൂടെ കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എപ്പോഴും 2ഉം 3ഉം പൂവൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. രണ്ടാമത് ഞാൻ വെക്കുന്നത് ഈ ഒരു ഗ്രീനും ഗോൾഡ് റോസ് ഫ്ലവറൊക്കെ വരുന്ന ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു പൂവും കൂടെ ഞാനിവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചപ്പോഴും എനിക്ക് വലിയ രീതിക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ചും കൂടെ നമ്മുടെ ആ ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ഒരു സ്ലൈഡ് വെച്ച് കൊടുക്കുകയാണ്. അവിടെ സ്ലൈഡ് വെച്ചതിന് ശേഷം നമുക്ക് താഴേക്ക് ഇതുപോലെ അതിൻ്റെ ചരട് വെച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ചെവിയുടെ കുറച്ചപ്പുറത്തേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു സ്ലൈഡ് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്യാം. ഈ ഒരു സ്ലൈഡ് വെച്ചതിന് ശേഷം കുറച്ച് പൂവ് ബാക്കിയുണ്ട്, അത് നമുക്ക് അവസാനം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തൽക്കാലം ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ രീതിക്ക് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്യാം. നമ്മുടെ ആ ചെവിയുടെ കുറച്ച് ബാക്കിലേക്ക് വെച്ചിട്ട് ഒരു സ്ലൈഡ് വെച്ച് കൊടുക്കാം. അവിടെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പൂവ് അപ്പുറത്തെ സൈഡ് നമുക്ക് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചരട് യൂസ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് എടുത്തിട്ട് ആ ഒരു ചരട് ബാക്കിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേജിൽ നിന്ന് കുറച്ചും കൂടെ ആ ഒരു പൂവ് നല്ല രീതിക്ക് കാണുന്നതായിട്ട് തോന്നും. നമ്മുടെ ഫേസ് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. നിങ്ങളും പെർഫോമൻസിന് മുന്നേ പൂവ് വയ്ക്കുമ്പോൾ ഈ ഒരു ഹാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പൂവ് കാണാതിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് അത്ര ഭംഗി ഉണ്ടാവില്ല. എപ്പോഴും പൂവ് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടും എനിക്കൊരു തൃപ്തിയില്ല, കുറച്ചും കൂടെ പൂവ് വേണം എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു തുടങ്ങി. അപ്പം ഞാൻ അടുത്ത് ചെയ്തതാണ് ഈ ഒരു റെഡ് കളർ ഫ്ലവറും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഒരു മെറൂൺ ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കളറ് എൻ്റെ ഡ്രസ്സിന് നന്നായിട്ട് മാച്ചാകും എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ബണ്ണിൻ്റെ ചുറ്റും വെച്ച ആ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ഒരു റെഡ് ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലവർ വെക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ചരട് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കുറച്ച് പൂവൊന്ന് മാറ്റിയതിന് ശേഷം വേറൊരു ചരട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാനൊരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഡ്രസ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പെർഫോമൻസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഈ ഒരു പെർഫോമൻസിൻ്റെ ബാക്കി വ്ളോഗ് ഇടുന്നതായിരിക്കും. നമ്മൾ എങ്ങനെയാണ് പോയത്, പിന്നെ എങ്ങനെയാണ് തിരിച്ചു വന്നത്, എങ്ങനെയായിരുന്നു പെർഫോമൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.